Dear students, welcome to Learner's World. In this video, I'm going to talk about a documentary, Sex, Lies and a Book by documentary on Nalini Jamila by Sanjeev Sivan, MDC Humanities, 3rd semester, Calcutta University. Summary of Sex, Lies and Book by Sanjeev Sivan. The documentary Sex, Lies and Book by Sanjeev Sivan is a powerful and thought-provoking portrayal of Nalini Jamila, a sex worker, writer and actress from Kerala. സെക്സ് ലൈസ് ആൻഡ് ബുക്ക് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സഞ്ജീവ് ശിവനാണ്. ഇത് കേരളത്തിലെ ഒരു റൈറ്റർ ആൻഡ് ആക്ടിവിസ്റ്റ് അതുപോലെ ഒരു സെക്സ് വർക്കർ ആയിട്ടുള്ള നളിനി ജമിലയുടെ ജീവിത യാത്രയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇറ്റ് എക്സാമിൻസ് ഹർ ലൈഫ് ജേർണി, ഹർ ഫൈറ്റ് അഗൈൻസ്റ്റ് സോഷ്യൽ സ്റ്റിഗ്മ ആൻഡ് ഹർ എഫേർട്സ് ടു റിഡിഫൈൻ ഐഡൻറ്റിറ്റി ആൻഡ് ഡിഗ്നിറ്റി വിത്തിൻ എ സൊസൈറ്റി ദാറ്റ് മാർജിനലൈസസ് പീപ്പിൾ ലൈക്ക് ഹർ. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നളിനി ജമീലയുടെ ജീവിത യാത്രയാണ്. അതായത് ഒരു സെക്സ് വർക്കർ എന്ന നിലക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അവഗണിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു നളിനി ജമീല എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി റീഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് ഈ ഒരു ടാബു സബ്ജക്റ്റ്, അതായത് സമൂഹം വിലക്കപ്പെട്ട ഈ ഒരു സബ്ജക്റ്റ് അവരുടെ എക്സ്പീരിയൻസസ് തുറന്നു പറയുക എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ്, അതുപോലെ അവരുടെ കറേജ് കൊണ്ടാണ്. ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ. Nalini's story begins with her childhood struggles as a laborer and moves through her experiences as a sex worker. അപ്പം നളിനി ജമീലയുടെ ജീവിത കഥ എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ തുടങ്ങിയിട്ടുണ്ട്. കുട്ടിക്കാലം മുതലേ ഭാരിച്ച ജോലികളൊക്കെ ചെയ്ത് പിന്നീട് സെക്സ് വർക്കിലേക്ക് മാറിയിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ, ആ ഒരു പച്ചയായ അനുഭവങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. The film highlights her courage in publicly speaking about her life and experiences breaking social taboos surrounding sex work. അപ്പോൾ ഈ ഒരു ഫിലിം ഹൈലൈറ്റ് ചെയ്യുന്നത് അവരുടെ കറേജാണ്, അവരുടെ ധൈര്യമാണ്, അവരുടെ സ്ട്രെങ്ത്താണ്. അതായത് പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു ടാബു സബ്ജക്റ്റ്, ഈ ഒരു വിലക്കപ്പെട്ട ഈ ഒരു വിഷയം സംസാരിക്കാനും തൻ്റെ ഈ ഒരു അനുഭവങ്ങൾ പങ്കുവെക്കാനൊക്കെയുള്ള അവരുടെ കറേജ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. Autobiography, the autobiography of a sex worker became a turning point. It challenged moral conventions and initiated a national debate about morality, agency and representation. അപ്പോൾ അവരുടെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് എ സെക്സ് വർക്കർ. ഇത് അവരുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതായത് മോറൽ കൺവെൻഷൻസ് ഒക്കെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതുപോലെ അവരുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് റീഡിഫൈൻ ചെയ്യാൻ ഒക്കെ സാധിക്കുന്ന ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അവരുടെ ഈ ഒരു ഓട്ടോബയോഗ്രഫി എന്നാണ് പറയുന്നത്. ഓക്കെ. While the book invited criticism for its openness, it was also celebrated as a revolutionary act of honesty in a society where conversations about sex work are often silenced. ഈ ഒരു ബുക്ക് ഒരുപാട് വിമർശനങ്ങൾ ഈ ബുക്കിലൂടെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം അത്രയും തുറന്നു പറച്ചിലാണ് ഈ ഒരു ബുക്കിലുള്ളത്. അവരുടെ ഒരു സെക്സ് വർക്ക് ജീവിതത്തിലുള്ള പച്ചയായ അനുഭവങ്ങളാണ് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഇത്. ഈ ഒരു സമൂഹത്തിന് മുമ്പിൽ തൻ്റെ അനുഭവങ്ങൾ ഓപ്പണായിട്ട് പങ്കുവെക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെക്സ് വർക്ക് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള സംഭാഷണങ്ങൾ പോലും വളരെ നിശബ്ദമായിട്ട് നടക്കുന്ന ഈ സമൂഹത്തിൽ ഇത്രയും ഓപ്പണായിട്ട് തുറന്ന് പറയുന്ന ഒരു ബുക്ക്, അത് ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ദ ഡോക്യുമെൻ്ററി ഗോസ് ബിയോണ്ട് എ ക്രൊണോളജിക്കൽ ബയോഗ്രഫി. ഒരു ക്രൊണോളജിക്കൽ ബയോഗ്രഫി രൂപത്തിലാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഉള്ളത്. ഇറ്റ് ക്യാപ്ചേഴ്സ് നളിനിസ് മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് ആസ് എ മദർ, ആർട്ടിസ്റ്റ്, ഓണ്ടർപ്രണർ ആൻഡ് വോക്കൽ ഫെമിനിസ്റ്റ്. അപ്പോൾ ഈ ഒരു ബയോഗ്രഫിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്, ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് നളിനി ജമീലയുടെ മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസാണ്. ഒരു ആസ് എ മദർ എന്നുള്ള നിലക്കും, ആർട്ടിസ്റ്റ്, ഓണ്ടർപ്രണർ, വോക്കൽ ഫെമിനിസ്റ്റ് എന്നുള്ള നിലക്കും. It combines her personal reflections with footage from her everyday life, her interactions with fellow sex workers, and her involvement in activism and public life. ഇതിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, ഫെല്ലോ സെക്സ് വർക്കേഴ്സുമായിട്ട് നടത്തുന്ന ഇൻറ്ററാക്ഷൻസ്, അതുപോലെ തന്നെ ആക്ടിവിസത്തിലും പബ്ലിക് ലൈഫിലൊക്കെ ഉള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റൊക്കെ കൂടി ചേർത്തിട്ടുള്ളതാണ്. Sanjeev Sivan's film also explored the social reactions to her book.
the controversies it sparked and the challenges she faced in reclaiming her identity. അപ്പോൾ സഞ്ജീവ് ശിവൻ്റെ ഈ ഒരു ഫിലിം, ഈ ഒരു ഡോക്യുമെൻ്ററി എക്സ്പ്ലോർ ചെയ്യുന്നത് അവരുടെ ബുക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ള റിയാക്ഷൻസാണ്, സോഷ്യൽ റിയാക്ഷൻസ്, അതുപോലെ കോൺട്രവേഴ്സീസ്, ക്രിറ്റിസിസം, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അതുപോലെ അവരുടെ ഐഡൻറ്റിറ്റി റിക്ലെയിം ചെയ്യാൻ, റീഡിഫൈൻ ചെയ്യാൻ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള ചലഞ്ചസ് ഒക്കെയാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. റാദർ ദാൻ പോർട്രേയിങ് ഹർ ലൈഫ് ആസ് വൺ ഓഫ് ട്രാജഡി, ഇറ്റ് ഹൈലൈറ്റ്സ് ഹർ സ്ട്രെങ്ത്, റെസിലിയൻസ് ആൻഡ് എംപവർമെൻറ്റ്. അതായത് അവരുടെ ജീവിതം ഒരു ട്രാജഡിയായിട്ട്, ഒരു ദുരന്തമായിട്ട് ചിത്രീകരിക്കുന്നതിന് പകരമായിട്ട് അവർ ഈ ഡോക്യുമെൻ്ററിയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ സ്ട്രെങ്ത്താണ്, അവരുടെ റെസിലിയൻസ് ആണ്, അവരുടെ എംപവർമെൻ്റ് ആണ്. അതായത് ഒരു സ്ത്രീ, ഒരു സെക്സ് വർക്കർ എന്നുള്ള നിലക്ക് തുറന്നു പറയാനുള്ള അവരുടെ ആ ഒരു കറേജ്, അവരുടെ ആ ഒരു ജീവിതത്തിൽ തൻ്റെ ഐഡൻറ്റിറ്റി റീഡിഫൈൻ ചെയ്യാൻ അവരെടുത്തിട്ടുള്ള എഫേർട്ട് ഒക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. The documentary stands out because it humanizes the issues of sex work, portraying not just the pain and trauma but also the agency and dignity of sex workers. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി സെക്സ് വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ വേദനകളും അവരുടെ ട്രോമകളും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു സെക്സ് വർക്കർക്കുള്ള ഡിഗ്നിറ്റിയും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. It shows Nalini's transformation from a woman fighting for survival to one fighting for justice, equality and recognition. അതുപോലെ നളിനി ജമീലയുടെ ട്രാൻസ്ഫോർമേഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഒരു സ്ത്രീ തൻ്റെ നീതിക്ക് വേണ്ടിയിട്ട്, ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട്, തൻ്റെ റെക്കഗ്നിഷന് വേണ്ടിയിട്ട്, തൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടുന്ന ഒരു സ്ത്രീയുടെ, അതായത് ഒരു സെക്സ് വർക്കറിൽ നിന്ന് തൻ്റെ ഐഡൻറ്റിറ്റി റീഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ട്രാൻസ്ഫോർമേഷൻ നമുക്കിതിൽ കാണാൻ കഴിയും. The film sheds light on the daily struggles and discrimination faced by sex workers and their continuing battle for rights in a society that labels them as outsiders. അതുപോലെ ഈ ഒരു ഫിലിം സെക്സ് വർക്കേഴ്സ് നിത്യജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവർ സമൂഹത്തിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, മാറ്റി നിർത്തലുകൾ, അവരെ എപ്പോഴും സമൂഹം ലേബൽ ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡേഴ്സ് ആയിട്ടാണ്. ഇതൊക്കെയാണ് ഈ ഒരു ഫിലിമിൽ റിവീൽ ചെയ്യുന്നുണ്ട്. The documentary transforms a taboo subject into a human story of empowerment, portraying a woman who turns her pain into power, silence into speech and her marginalization into activism. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി ഒരു ടാബു സബ്ജക്റ്റിനെ, ഒരു വിലക്കപ്പെട്ട വിഷയത്തെ ഒരു സ്ത്രീയുടെ പവറായിട്ട്, ഒരു സ്ത്രീയുടെ പെയിന് ഒരു പവറായിട്ട് മാറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ഒരു മാറ്റത്തിൽ കാണിക്കുന്നുണ്ട്. അവരുടെ സൈലൻസ് സ്പീച്ചായിട്ട് മാറുന്ന ഒരു മാറ്റത്തിൽ കാണിക്കുന്നുണ്ട്. അവരുടെ മാർജിനലൈസേഷൻ, അവരെ മാറ്റി നിർത്തിയ ആ ഒരു അവസ്ഥ ഒരു ആക്ടിവിസമായിട്ട് മാറുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ. It remained an important culture document that urges society to see sex workers not as outsiders but as individuals with voices, dreams and rights. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൾച്ചർ ഡോക്യുമെൻ്റ് ആയിട്ടാണ്. സമൂഹം എന്ന് പറയുന്നത് സെക്സ് വർക്കേഴ്സിനെ ഔട്ട്സൈഡേഴ്സായിട്ട് കാണാതെ, അതായത് അവരെ മാറ്റി നിർത്താതെ, അവരെ പുറത്താക്കാതെ, അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ അവരൊരു ഇൻഡിവിജ്വലാണ്, അവർക്ക് വോയിസസ് ഉണ്ട്, അതുപോലെ അവർക്ക് ഡ്രീംസ് ഉണ്ട്, അവർക്ക് അവകാശങ്ങളുണ്ട് എന്നുള്ള നിലയിലാണ് അവരെ കാണേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഒരു ഡോക്യുമെൻ്ററി